ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നറിയോ, ഈ സെലഫി മൗലവി ഇവിടെ വന്നിട്ട് ചോദിക്കുന്ന കൂലി വാങ്ങിയോ? മന്ത്രിക്കുന്നതിന് മൂപ്പർ അനുകൂലമാണ് പോൽ. ഞാൻ മന്ത്രിക്കടാ, അത് ഞാൻ പറയുന്ന വിശേഷം വരുന്നുണ്ട്. കൂലി വാങ്ങിയോ മൂപ്പർ ചോദ്യം. അതൊന്നും ആദ്യം ചോദിക്കട്ടെ. ഇത് കൂലി വാങ്ങുന്ന ഞാൻ കാണിച്ചു തരാം. കൂലി വാങ്ങിയോ? അതല്ലേ കാണിക്കേണ്ടത്. അങ്ങനെ കൂലി വാങ്ങിയോ? കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. കബറിന്റെ ഖുർആൻ ഓതിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. എന്നാ എലിയെ കാണിക്കാൻ പോകുന്ന അറിയോ? 12 കൊല്ലമായി ഷാർജയിലെ പള്ളിയിൽ ഖുത്ബയും നിസ്കാരവും നടത്തിയിട്ട് കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മൗലവി. അള്ളാന്റെ റസൂൽ ഖുത്ബ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇമാമത്ത് വിട്ട് കൂലി വാങ്ങിയോ? അത് 12 കൊല്ലമായി ഞാൻ ഷാർജയെന്ന് പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നു, ഖുത്ബ ഓതുന്നു ഔഖാഫിന്റെ കീഴില്. എന്നിട്ട് മൂപ്പര് പറയാ 12 കൊല്ലമായിട്ട് ഷാർജയിൽ ഖുത്ബ മലയാളത്തിലാണ്. അപ്പൊ ഖുത്ബ മലയാളത്തിലാക്കി കൂടെ? തെളിവ് 12 കൊല്ലാണ് കൈവശാവകാശത്തിന് വേണ്ടി. 12 കൊല്ലം കൈവശം ശരിയാകുക, അത് ഈ റവന്യൂ നിയമം. അപ്പൊ 12 കൊല്ലായില്ല ഞാൻ ഷാർജയിൽ മലയാളത്തിൽ ഓതുന്നു, പിന്നെന്താ മലയാളത്തിൽ ഓതിയാൽ എന്നാ മൂപ്പര ചോദ്യം. എന്നാ ഞാൻ ചോദിക്കുക, ഈ 12 കൊല്ലം ഖുത്ബയും നിസ്കാരം നടത്തിയിട്ട് ഈ സെലഫി ശമ്പളം വാങ്ങിയില്ലേ? അള്ളാന്റെ റസൂല് കൂലി വാങ്ങിയോ? സഹാബത്ത് കൂലി വാങ്ങിയോ? അതാ ചോദിക്കാനുള്ളത്. പറയട്ടെ. 12 വർഷമായി ഷാർജയിലെ ഹാജിയുടെ സുൽത്താൻ എന്ന മസ്ജിദിൽ സുന്ദരന്റെ മുകളിൽ നിന്ന് തങ്ങി അടുത്ത ആൾക്കാരെ ഒരു താഴ്ച വർത്താനം പറയുമ്പോൾ മലയാളത്തിൽ അല്ല എനിക്ക് വന്നു നോക്കി. 12 കൊല്ലമായി എല്ലാവരുടെ പ്രസിദ്ധത്തോടുകൂടി ഷാർജയിലെ ഹാജിയുടെ സുൽത്താൻ എന്ന മസ്ജിദിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഉള്ള ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാതൃഭാഷയിലെ അവസ്ഥ എവിടെയില്ല. ഷാർജയിലുണ്ട്, ദുബായിലുണ്ട്. മാതൃഭാഷയിലാ ഖുത്ബ 12 കൊല്ലായി നടത്തും. തെളിവായിട്ട് പറഞ്ഞിട്ടില്ലേ? ഖുത്ബ മലയാളത്തിലാക്കുന്നതിന് തെളിവായി അയാൾ 12 കൊല്ലായി നടത്തുന്നത് തെളിവാണ്. നബിയാണോ ഈ സെലഫി? സഹാബിയാണോ ഈ സെലഫി? സെലഫി നിങ്ങൾ 12 കൊല്ലം ഖുത്ബ മലയാളത്തിലാക്കിയ ഇസ്ലാമ് തെളിവാവോ? ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, ഇയാൾ അവിടെ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നു, ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നു. അങ്ങനെ ഇബാദത്തെടുത്ത് കൂലി വാങ്ങുന്ന, വാടകത്ത് ഇബാദത്തെടുക്കുന്ന മൗലവി, മാസത്തിൽ ശമ്പളം വാങ്ങുന്ന മൗലവി. ഇത് പറയുമ്പോ മുസ്ലിംമാർക്ക് ആർക്കും വിഷമില്ല. കാരണം ഞങ്ങൾ ഓതിയിട്ടും കൂലി വാങ്ങാന്ന് പറയുന്നവരാണ്. ഇവർക്ക് ഓതിയിട്ട് കൂലി വാങ്ങിക്കൂടാന്നാണ്. മൗലവി ജുമാനുസ്കരിയോ ഫാത്തിഹ ഓതാറില്ലേ? അതിന്റെ കൂലിയല്ലേ മാസത്തിൽ വാങ്ങുന്നത്? ഫാത്തിഹ ഖുർആനല്ലേ? തസ്ബീഹ് ഖുർആനല്ലേ? യാസീൻ ഖുർആനല്ലേ? അത് നിസ്കാരത്തിൽ ഓതിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? ഈ പള്ളിയിൽ നിന്ന് ജോലിയെടുത്ത് കൂലി വാങ്ങുന്ന നിങ്ങൾ എങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് കൂലി വാങ്ങിക്കൂടാ? അതുപോലെ ഖുർആൻ ഒരു കൂലി വാങ്ങിക്കൂടാ എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ സ്വന്തം കാര്യം ചിന്തിച്ചിട്ടില്ലേ?